ഈ പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുപ്പിച്ചത് ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാർക്കെതിരെ കേസ്, അത് അവർ വിദേശത്താണെങ്കിലും അവർക്കെതിരെ കേസെടുക്കാം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുത്തത് യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് എ മർഡർ. ഷെഹ്സാദിയുടേത് കൊലപാതകമാണ്. അത് വധശിക്ഷയായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഷെഹ്സാദി ഖാൻ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വധശിക്ഷ UAE-യിൽ, അതായത് അബുദാബിയിൽ നടപ്പാക്കിയ ഒരു രീതി എന്ന് പറയുന്നത് നമ്മളെ എല്ലാം വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും കണ്ണീരണിയിക്കുന്നതുമാണ്. ഈ പാവപ്പെട്ട പെൺകുട്ടി, അതിന് 30 വയസ്സ് പ്രായം. അത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. പട്ടിണിയാണ്, കുടുംബപ്പട്ടിണി. അതിന് ജോലിയൊന്നുമില്ല. മാതാവും പിതാവും പ്രായമായ ആളുകളാണ്, വളരെ പ്രായമായ ആളുകളാണ്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഇതിനെ സംരക്ഷിക്കണം. പിന്നെ അത് കൂടാതെ ഈ കുട്ടി ഏതാണ്ട് പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഇതിൻ്റെ തിളച്ച വെള്ളം അത് വീണിട്ട് അതിൻ്റെ മുഖത്ത് കുറച്ച് വൈരൂപ്യം ഉണ്ടായി, പൊള്ളലേറ്റു. അതിൻ്റെ മൂക്കിന് താഴെ, പകുതിക്ക് താഴോട്ടുള്ള ഭാഗം, അതുപോലെ കണ്ണിന് താഴോട്ടുള്ള ഭാഗം ഒക്കെ പൊള്ളലേറ്റിട്ട് ഈ സൗന്ദര്യവതിയായിരുന്ന ഈ പെൺകുട്ടി ഏതാണ്ട് ഒരു വൈരൂപ്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറിപ്പോയി, പ്രതിരൂപമായി മാറി. അപ്പോൾ അതിന് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് അത് ഒരു കോംപ്ലക്സ് തന്നെ ഡെവലപ്പ് ചെയ്തു. ഏതെങ്കിലും വിധത്തിൽ ഒരു നൂതനമായ മാർഗങ്ങളിലൂടെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ നടത്തിച്ച് അതിൻ്റെ മുഖം ഒന്ന് ശരിയാക്കിയെടുക്കണം. ശരിയാണ്, അത് ആലോചിച്ചതിൽ ഒരു തെറ്റുമില്ല, ആഗ്രഹിച്ചതിൽ ഒരു തെറ്റും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, അത് അസ്ഥാനത്തുള്ള ആഗ്രഹവുമല്ല, നടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ, നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന് പണച്ചെലവുണ്ട്. അതിനൊന്നും ഇതിൻ്റെ കയ്യിൽ പണമില്ല. അങ്ങനെ അതിന് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു ഏജൻറ്റ് വന്ന് ഇതിനെ വിദേശത്തേക്ക് അയക്കാം എന്നുള്ള ഒരു ഓഫറുമായിട്ട് വന്നു. അപ്പോൾ അവർ സമ്മതിച്ചു. ഈ പെൺകുട്ടി അയാളോടൊപ്പം പോയി. പക്ഷേ അയാൾ ചതിക്കുകയായിരുന്നു ഈ കുട്ടിയെ. അയാൾ ഈ പെൺകുട്ടിയെ മറ്റൊരു ഇന്ത്യൻ കുടുംബത്തിന്, അതായത് അവർ ഇതിൽ അബുദാബിയിൽ തന്നെയാണ്, അവർക്ക് വിറ്റു. യഥാർത്ഥ മനുഷ്യത്വക്കടത്താണ് അവിടെ നടന്നിരിക്കുന്നത്. വളരെ വലിയ ക്രിമിനൽ കുറ്റമാണ്. അതിൽ ഈ ഏജന്റിനെതിരെ അന്വേഷണം വേണ്ടതാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആ പ്രതിയെ അഴിക്കുള്ളിലാക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആകണം. കാരണം ആ വൃദ്ധരായ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടി നേരെ അബുദാബിയിലേക്ക് പോകുന്നു. ആ കുടുംബത്തോടൊപ്പം അത് താമസമാകുന്നു. ആ കുടുംബത്തിലെ ആ സ്ത്രീ, ആ ദമ്പതികളിൽപ്പെട്ട ആ സ്ത്രീ, അവർ ഗർഭിണിയായിരുന്നു. അവരെ നോക്കാനാണ് ഇതിന് വിലയ്ക്ക് വാങ്ങിയത്. അങ്ങനെ ആ കുട്ടി അവരെ വളരെ കാര്യമായിട്ട് നോക്കി ശുശ്രൂഷിച്ചു. അവർ പ്രസവമൊക്കെ കഴിഞ്ഞു. ആ കുട്ടിക്ക് ഒരു 4 വർഷമാകും പ്രായം. 4 മാസം പ്രായമാകും. ആ കുട്ടിക്ക് ആ കുട്ടി മരിച്ചു. അതാണ് പ്രശ്നം. ആ കുട്ടിക്ക് 4 മാസം പ്രായമുള്ളപ്പോഴാണ് അത് മരിക്കുന്നത്. ഇനി അതെങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ എന്തുമാത്രം അതിനെക്കുറിച്ച് പറയണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ല, ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ല. അതിന് ആ കുഞ്ഞിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. ആ കുഞ്ഞിൻ്റെ അത് മാത്രമല്ല, ആ മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താത്തത് വിട്ടുകൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ എഴുതി കൊടുത്തു. അതിനൊരു സംശയം അവർക്കില്ല. ആരും ഇതിൽ ഉൾപ്പെട്ടതായിട്ട് അവർക്ക് സംശയമില്ല. അത് ഉണ്ടായ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണ്. അതുകൊണ്ട് അവർക്ക് ബോഡി വിട്ട് കിട്ടണം, പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതില്ല എന്ന് അവർ എഴുതി കൊടുത്തു. അവിടെ ഹോസ്പിറ്റലിൽ എഴുതി കൊടുത്താണ് ഈ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി വാങ്ങിച്ചു കൊണ്ടുപോയി സംസ്കരിക്കുന്നത്. അതിനെ പരിശോധിച്ചിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അതിന് കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, ഈ 4 മാസമൊക്കെ ആയ പ്രായമൊക്കെ ഉള്ള കുട്ടിക്ക് അതാകുമ്പോൾ അതിന് കാലാകാലങ്ങളിൽ വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് വാക്സിനുകൾ എടുക്കാനുണ്ട് ഇന്നത്തെ കാലത്ത്. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഇപ്പോൾ BCG തുടങ്ങിയുള്ള ഒരുപാട് വാക്സിനുകൾ എടുക്കണം. അങ്ങനെ ഈ 4-ാം മാസം അതിന് എടുക്കേണ്ട വാക്സിൻ ആശുപത്രി കൊണ്ടുപോയി എടുത്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഈ കുഞ്ഞ് മരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ഈ കുഞ്ഞിനെ മരിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമുള്ളതല്ല കേട്ടോ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് അവർ ഈ പരാതിയൊന്നുമില്ലെന്ന് എഴുതി കൊടുത്തല്ലോ, അവർക്ക് ആരെയും സംശയമില്ലെന്നൊക്കെ എഴുതി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ കൊണ്ടുവന്നൊരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. എന്താണെന്നറിയോ, അതായത് ഈ പെൺകുട്ടി സമ്മതിച്ചു അത്രേ,
അതിൻ്റെ കൈ കൊണ്ടാണ്, അതിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാണ് ഈ കുട്ടി മരിച്ചത്. അത് ഈ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു, അവർ ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് പറഞ്ഞു, അതിൻ്റെ കുടുംബം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഭയചകിതയായിട്ട് അത് അവർ പറഞ്ഞതുപോലെ സമ്മതിച്ചു. അത് എൻ്റെ കൈ കൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറ്റി ഒന്നുമൂലം മരിച്ചാണ്, എങ്ങനെയാണെന്ന് അന്തരമില്ല. അപ്പം ഈ കാടൻ നിയമം ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഡെത്ത്, ഇന്ത്യയിലെന്നല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായാൽ ആ ഡെത്ത് എന്താണെന്നുള്ളത് ആദ്യം അതൊരു ഹോമിസൈഡ് ആണോ എന്നുള്ളതാണ്, വെദർ ദ ഡെത്ത് ഈസ് ഹോമിസൈഡൽ ഓർ നോട്ട് എന്ന് തീരുമാനിക്കണം. അതിനെന്താ വേണ്ടത്? പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനാണ്. ഫോറൻസിക് എക്സാമിനേഷൻ നടത്തി അത് ഹോമിസൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കണം. ഇത് അതിനകത്ത് ഹോമിസൈഡ് ആണെന്ന് കണ്ടിട്ടില്ല, പോസ്റ്റ്മോർട്ടം നടത്തിച്ചിട്ടില്ല. ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ട് അത് മൊബൈലിൽ ഇവർ റെക്കോർഡ് ചെയ്യുകയാണ്, അറിയുന്നില്ല, ഈ പെൺകുട്ടി അറിയുന്നില്ല. അതിന് വീഡിയോ റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ഇതിനെ അത്രത്തോളം ഭീഷണിപ്പെടുത്തി വീഡിയോ റെക്കോർഡ് ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ ഇതിന് അത് പറയാനുള്ള വേദികളൊന്നുമില്ല, ഇതിന് സഹായത്തിന് ആരുമില്ലായിരുന്നു. ഇവിടെ റഹീം എന്ന് പറയുന്ന ഒരാൾ അവിടെ വിദേശത്ത് ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് വേണ്ടി 34 കോടി രൂപ സമാഹരിക്കാൻ തയ്യാറായ സമൂഹമാണ് നമ്മുടേത്, അത് നമ്മൾ ഓർക്കണം. പക്ഷേ ഈ പെൺകുട്ടിയെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഈ ഷഹസാദിയെ സഹായിക്കാൻ ഒരു മനുഷ്യന് മുമ്പോട്ട് വന്നില്ല. അവസാനം ഇതിൻ്റെ വിവരം അറിഞ്ഞ് കേട്ടിട്ട് ഇതിൻ്റെ പിതാവുണ്ടല്ലോ അവിടെ പോയി വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ അവിടെ ചെല്ലുന്നത് കേട്ടോ. അബുദാബിയിൽ ചെന്നു, കോടതിയിൽ പോയി അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ എന്താ അറിയുന്നതെന്നറിയോ? ആൾറെഡി എക്സിക്യൂട്ടഡ്, അതായത് അവരെ വധശിക്ഷയ്ക്ക് വിധേയാക്കി എന്നുള്ളതാണ്. ഈ വധശിക്ഷയ്ക്ക് വിധേയാക്കുന്ന വിവരം ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് അവർ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ്റും ശരിയായ നടപടികളൊന്നും എടുത്തിട്ടില്ല. അവർക്ക് വേണ്ട ലീഗൽ സപ്പോർട്ടൊന്നും ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ടില്ല. അതിന് അപ്പീൽ അതൊന്നും മാർഗമില്ല, അതിനതൊന്നും അറിയില്ലല്ലോ, ഒന്നും അറിയാത്ത കുട്ടിയാണ്. ഏതായാലും അതിനെ വധശിക്ഷയ്ക്ക് വിധേയാക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ പിതാവിനെ അറിയിക്കുന്നത്. ആ പിതാവ് തകർന്നു പോയി അത് കേട്ട്. അതാണ് ഇപ്പോഴത്തെ നമുക്ക് അത് ആലോചിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അവിടത്തേക്ക് നിയമത്തിൻ്റെ ആ പ്രത്യേകത നോക്കിക്കോളൂ. ഒരന്വേഷണം വേണ്ട, ഒന്നും വേണ്ട. ഇതേപോലെ ഒരാളെ ഭീഷണിപ്പെടുത്തി ഇതേപോലൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി, അതോടുകൂടി മതി, തീരുമാനിച്ചു. അവിടെ അത് കൊലക്കുറ്റമാണ്, കൊലപാതകം നടത്തി, കൊലയാളിയാണ് എന്ന് തീരുമാനിച്ചു. ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല, ഫോറൻസിക് എക്സാമിനേഷൻ ഒന്നുമില്ല. ഇവരെഴുതി കൊടുത്തു, അതിന് അവർക്ക് പരാതിയില്ല, അവർക്കൊരു സംശയമില്ല എന്ന് എഴുതി കൊടുത്തവരാണ് രണ്ടാമത് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ഇതുപോലെ പറയിപ്പിച്ചെടുത്തിട്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുത്തത്. ഇവർക്കൊക്കെ ഗുണം പിടിക്കുമോ? അതൊക്കെ ഇന്ത്യക്കാർ തന്നെയാണോ എന്ന് ഈ ചെയ്തവരെന്ന് ചിന്തിക്കണം. നീയൊക്കെ ഇന്ത്യക്കാരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ നാടിൻ്റെയും ഗതി ഈ രീതിയിലാണോ? അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടുത്തെ നിയമത്തിൻ്റെ ഈ പ്രാബല്യം, ഇത് പരിരക്ഷ കിട്ടും എന്നുള്ള രീതിയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുത്തത്? യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് എ മർഡർ എന്ന് വേണം പറയാൻ. അതായത് കൊലപാതകമാണ്, ഷഹസാദിയുടേത് കൊലപാതകമാണ്. അത് വധശിക്ഷയായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഇതിലെ യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രൊട്ടസ്റ്റ്, അതായത് അതിനകത്തുള്ള ആ പ്രതിഷേധം UAE ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നു. അങ്ങനെ മാത്രം പോരാ, ഇന്ത്യ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ ഇത് കൊടുപ്പിച്ചത് ഇന്ത്യക്കാരാണ്. ഇതുപോലെ ചെയ്തേക്കുന്നത് ഈ പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുപ്പിച്ചത് ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാർക്കെതിരെ കേസ്, അത് അവർ വിദേശത്താണെങ്കിലും അവർക്കെതിരെ കേസെടുക്കാം. എന്നും ഇവനവർക്കും അവിടെ കിടക്കാൻ ഒക്കത്തില്ലല്ലോ, ഇന്ത്യയിലോട്ട് വരട്ടെ. അവരവിടുത്തെ സിറ്റിസൺസ് ഒന്നും അല്ലല്ലോ, അവർ വിസയിൽ പോയേക്കുന്നവരല്ലേ, അത് പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു വരണ്ടേ. അപ്പോൾ ഇന്ത്യയിൽ എന്ന് അവർ കാലുകുത്തിയാലും അവരെ അറസ്റ്റ് ചെയ്യണം, അവർക്കെതിരെ ക്രിമിനൽ കുറ്റം എടുത്ത് നടപടിയെടുക്കണം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കള്ളത്തെളിവ് ഉണ്ടാക്കി അതിനെ അവിടെ കൊല്ലിച്ചതിന് നടപടിയെടുക്കണം. അതാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ടത്, ആ കൺസേൺഡ് സ്റ്റേറ്റ് ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ കുട്ടിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം.